ചർവിത ചർവണം എന്ന് കേട്ടിട്ടുണ്ടോ? ആവർത്തന വിരസത വരുത്തുന്ന ഒന്നാണത്. ജീവിതത്തിൽ എന്ത് വിഷയവും നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ, ചെയ്തതിനെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വിഷയത്തിനോടൊരു വിരക്തി ഉണ്ടാകും, ഇഷ്ടമില്ലായ്മയുണ്ടാകും. ആവർത്തന വിരസത എന്നതിനെ പറയും. ജീവിതത്തിലും ഈ ഒരു ആവർത്തന വിരസത വരും. ഒരേപോലെ തന്നെ കാലാകാലങ്ങളായിക്കൊണ്ട് നമ്മുടെ പൂർവികർ എന്താണ് ചെയ്തത് അത് തന്നെ നമ്മൾ ആവർത്തിക്കുന്നു. അയൽപ്പക്കക്കാരെന്താണ് ചെയ്യുന്നത്, സമൂഹം എന്താണ് ചെയ്യുന്നത്, അതിനെ തന്നെ ആവർത്തിക്കുന്നു. ജനിക്കുന്നു, പഠിക്കുന്നു, വളരുന്നു, നല്ല ജോലി സമ്പാദിക്കുന്നു, പണം സമ്പാദിക്കുന്നു, മക്കളുടെ വിവാഹം കഴിച്ച് മക്കളുണ്ടാകുന്നു, അവരെയും പഠിപ്പിക്കുന്നു, അവരും ഇതേപോലെ തന്നെ ഈ ഒരു ചക്രത്തെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ചെയ്തതിനെ തന്നെ വീണ്ടും ചെയ്യുന്ന, പശു അയവിറക്കുന്ന പോലെ തന്നെ വീണ്ടും വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഒന്നാകണോ മനുഷ്യന്റെ ജീവിതം? ഇത് തന്നെ ആവർത്തിക്കുകയാണോ മനുഷ്യ ജന്മം, അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ള ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം എന്ന് വളരെ ചെറിയ ഒരു ലേഖനത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന സമർത്ഥനായൊരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്. ഭൗതിക ജീവിതം എന്ന് പറയുമ്പോൾ സാധാരണക്കാർ നയിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, നിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? അപ്പം അവൻ എന്നോട് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഉയർന്ന റാങ്കോടെ പാസ്സായിട്ട് സർട്ടിഫിക്കറ്റുകൾ നേടണം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ അവനെ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചു, ജീവിത ലക്ഷ്യം എന്തെന്ന്. ആ ചോദ്യത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ജീവിത ലക്ഷ്യം ഏറ്റവും വലിയ പദവിയുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന, ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി നേടുകയാണ് എന്ന്. കുറേ കാലങ്ങൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ അവൻ ആഗ്രഹിച്ച പോലെ എല്ലാം നേടിയിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും അവനോട് ആവർത്തിച്ചപ്പോൾ അവൻ്റെ മറുപടി, ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം ഏറ്റവും വിദ്യാസമ്പന്നയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കുക എന്നതാണ്. നോക്കൂ, ഒരു ഭൗതികന്റെ ആശയാകുന്ന പാശം അതൊരിക്കലും വിട്ടുപോകുന്നില്ല, തീരുന്നില്ല. അത് ഓരോരോ ജീവിത സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വിവാഹവും കഴിഞ്ഞ് കാലങ്ങൾ പോയി, വാർദ്ധക്യം വരും. ഒന്നിനും കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ അവനോട് ഈ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണെന്ന് കരുതുക. അപ്പം അയാൾ പറയും, ഇനി എന്ത്, സുഖമായി മരിക്കണം, അതാണ് ലക്ഷ്യം, വേറെ ഒന്നുമില്ല, എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് ആശ്വാസവചനം പോലെ അയാൾ പറഞ്ഞേക്കാം. അവിടെയാണ് അദ്ദേഹത്തോട് ഞാൻ മറുപടി പറയുക, നീ നന്നായി പഠിച്ചു, നല്ല വിദ്യാഭ്യാസം നേടി, കഴിവ് കൊണ്ട് നല്ല ജോലി നേടി, നന്നായി അധ്വാനിച്ച് ധനം സമ്പാദിച്ചു, അർഹതയുള്ളത് കൊണ്ട് നല്ല ദാമ്പത്യവും ഉണ്ടായി. ഇപ്പോൾ ജീവിതത്തിൻ്റെ ബാല്യ, കൗമാര, യൗവനാദികളെല്ലാം അതെല്ലാം മാറി വാർദ്ധക്യമെന്ന രോഗത്തിലായി, അവസാനത്തെ ഘട്ടമായി. ഇപ്പോൾ നീ പറയാതെ പറയുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല, പക്ഷേ എന്തു ബലം, വൃദ്ധനായില്ല. അതുകൊണ്ട് സുഖമരണം മാത്രം ശരണാഗതിയായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവനത് പറഞ്ഞില്ലെങ്കിലും ഇതാണ് സത്യം. ഞാൻ ചോദിക്കട്ടെ, നീ നിന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു, വിദ്യാഭ്യാസത്തിനും ജോലിക്കും സമ്പാദിക്കാനുമെല്ലാം. എന്നാൽ നീ സുഖമരണം ലഭിക്കാൻ എന്തു ചെയ്തു? ആത്മീയമായി ജ്ഞാനം നേടിയോ?
യഥാർത്ഥ ജീവിത ലക്ഷ്യം അറിഞ്ഞോ? നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ കൗമാര യൗവനാദികൾ അനുസരിച്ച് മാറി മാറി വന്നു. എന്നാൽ നീ യഥാർത്ഥ ഏകമായ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം അറിഞ്ഞോ? ഇല്ല. അപ്പോൾ നിനക്ക് എങ്ങനെ സുഖമരണം ലഭിക്കും? നീ പണിയെടുത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അതെല്ലാം നിന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിന്റെ ശരീരത്തിനെയും അതിന്റെ ഭാഗമായ മാതാപിതാക്കളെ, ഭാര്യാപുത്രാദികളെ, ബന്ധുമിത്രാദികളെ സന്തോഷിപ്പിക്കാനായിരുന്നു നിന്റെ പ്രയത്നം മുഴുവൻ. ഒന്നിനും സാധിക്കാത്ത നിന്നെ ഇപ്പോൾ അവർക്കാർക്കും സഹായിക്കാൻ സാധിക്കില്ല. നീ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഒരിക്കലും നിന്റെ മരണം സുഖകരമാവുകയില്ല. ബാഹ്യമായ കാഴ്ചയിൽ തോന്നും ഭൗതികനും ആത്മജ്ഞാനിയും ഒരേപോലെയാണ് മരിക്കുന്നതെന്ന്. എന്നാൽ സത്യം ഒരിക്കലും അതല്ല. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അത് അതേപോലെ സത്യമാകണമെന്നില്ല. മറ്റൊന്നാകാം സത്യം. നമ്മുടെ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നാം കണ്ടത് മാത്രം സത്യമെന്ന് നമ്മൾ കരുതുന്നു എന്ന് മാത്രമാണുള്ളത്. ശ്രീല പ്രഭുപാദർ പറയുകയാണ്, പൂച്ച എലിയെ കടിച്ചു പിടിച്ച് നടക്കുമ്പോൾ എലിയുടെ ജീവഗതി, ഭയം, മരണം എത്ര കഷ്ടം. പൂച്ചയുടെ മനസ്സിലോ എങ്ങനെ ദുഃഖിപ്പിച്ചാലും ഇവനെ കൊന്നു തന്നെ തിന്നണം. അതാണ് പൂച്ചയുടെ വായിലിരിക്കുന്ന ആ എലിയുടെ അവസ്ഥ. ഒന്നാലോചിക്കുക. ആ പൂച്ചയുടെ അവസ്ഥ സന്തോഷമാണ്. അതിനെങ്ങനെ എത്ര അതിന് ക്ലേശം ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്കതിനെ കഴിക്കാമെന്നാണ്. എന്നാലോ എലിയുടെ അവസ്ഥയോ ആ ജീവൻ പിടയുന്ന അവസ്ഥയാണ്. മരണം സംഭവിക്കാൻ പോകുന്നു, ഇതെന്നെ കഴിക്കാൻ പോകുന്നു, ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള അവസ്ഥയാണ്. അതേ പൂച്ച തന്നെ തൻ്റെ കുട്ടിയെ കടിച്ചു പിടിച്ച് നടക്കുന്ന സമയത്ത് പൂച്ചക്കുഞ്ഞിന് തലോടുന്ന സുഖം, അമ്മ പൂച്ചയ്ക്കോ കുഞ്ഞിനോടുള്ള സ്നേഹവാത്സല്യം. നോക്കൂ, കാഴ്ചയിൽ എലിയെ പൂച്ച കടിച്ചു പിടിച്ച് നടക്കുന്നതും തൻ്റെ കുഞ്ഞായിട്ടുള്ള ആ പൂച്ചക്കുട്ടിയെ കടിച്ചു പിടിച്ച് നടക്കുന്നതും ഒരേപോലെയാണ് നമ്മൾ കാണുന്നവരെ സംബന്ധിച്ച്. എന്നാൽ ഭാവം എത്രയോ വിപരീതമാണ് അല്ലേ? അതുപോലെ ഭൗതികൻ മരിക്കുന്നത് ഭക്തൻ മരിക്കുന്നത് പോലെയല്ല, ഒരിക്കലുമല്ല. കാഴ്ചയിൽ രണ്ട് മരണങ്ങളും അറിവില്ലാത്തവനെ സംബന്ധിച്ച് ഒരുപോലെ തോന്നുമെന്ന് മാത്രം. നോക്കൂ, മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഒരു വിത്തിനുള്ളിലായിരുന്നു ആ മരം. ആ വിത്ത് അതിൻ്റെ കാരണമായ മരത്തിൽ നിന്നുണ്ടായതാണ്. ആ വിത്ത് അതിൻ്റെ പൂർവിക വിത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഈ മരത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കും. അതിൻ്റെ വിത്ത് മുളയ്ക്കും, മരമാകും. ആ വിത്ത് അതിനൊരു പൂർവ്വ ജന്മം ഉണ്ടായിരുന്നു, അതിന് മുൻപത്തെ ജന്മം ഉണ്ടായിരുന്നു എന്നർത്ഥം. വീണ്ടും അത് മരമാകുമ്പോൾ അതിന് പുനർജന്മവും ഉണ്ട് എന്നതാണ് സത്യം. അപ്പം അതുകൊണ്ട് തന്നെ നീ ദേഹം വിട്ടാൽ അന്യലോകത്ത് പോകുമെന്നും വീണ്ടും ജനിക്കുമെന്നും നരകിക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ളത് സത്യമാണ്. പുനർജന്മം സത്യമാണ്, അറിയുക. നീ എന്ന വിത്ത് ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളാൽ ഉണ്ടാക്കിയാൽ പിന്നെ മുളയ്ക്കില്ല, പിന്നെ നിനക്ക് പുനർജനിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും ഇല്ലെങ്കിൽ നീ പച്ചവിത്ത് വീണ്ടും വീണ്ടും മുളയ്ക്കുന്ന പോലെ മുളച്ചുകൊണ്ടിരിക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വിത്തിന് മുളയ്ക്കേണ്ടതായിട്ടില്ല. ഈ ഉണക്കം എന്ന് പറയുന്നത് ജീവാത്മാവിനെ സംബന്ധിച്ച് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ആർജിക്കുക എന്നതാണ്. അത് ആർജിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുനർജനിക്കേണ്ടി വരില്ല, നരകിക്കേണ്ടതായിട്ട് വരില്ല. പുനർജനിച്ച് ഈ ഭൗതിക ലോകത്ത് ക്ലേശങ്ങൾ അനുഭവിക്കാൻ വരേണ്ടി വരിക എന്നത് ചിന്തിക്കുക. അതുകൊണ്ട് ഹേ ബന്ധു, ഹേ സഹോദര, ഹേ സുഹൃത്ത്, നീ ഇനിയെങ്കിലും ഉണരുക. ജ്ഞാനത്തിലൂടെ ഭക്തി സമ്പാദിക്കുക. അതേ വഴിയുള്ളൂ. ഇതാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യം. മറ്റെല്ലാ നേട്ടങ്ങളും ക്ഷണികമാണ്, വീണ്ടും ചവച്ച് തന്നെ ചവയ്ക്കലാണ്. പൂർവികർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മളും ആവർത്തിക്കുന്നു. നമ്മുടെ തലമുറയെയും അത് തന്നെ ആവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രം. അത് മൃഗതുല്യമായ ജീവിതമാണ്, അതല്ല ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യമൊക്കെ വാർദ്ധക്യം വരുന്നവരെയുള്ളൂ. അതിനപ്പുറവും തീർച്ചയായിട്ടും നമ്മൾ മുന്നിൽ ഉണ്ടായിരുന്ന പോലെ ഇനിയും പുനർജന്മങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പച്ചവിത്ത്
തീർച്ചയായും ഇപ്പോൾ നിൽക്കുന്ന മരത്തിന് മുൻപ് അത് വിത്തായിരുന്നു, അതിനു മുൻപ് അത് മറ്റൊരു മരത്തിന്റെ വിത്തായിരുന്നു. ഇനിയും ആ മരത്തിൽ നിന്ന് വിത്തുകൾ വന്ന് ഇനിയും മുളച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ജീവിതം. ഇപ്പോൾ വെറുതെ വന്നിട്ടുള്ളതല്ല, ഇതിനു മുൻപ് നമ്മൾ ജീവിച്ചിരുന്നു. പല രൂപത്തിൽ, പല നാമത്തിൽ, പല ദേശത്തിൽ, പല കാലത്തിൽ. അതുപോലെ ഇനിയും വേണ്ടി വരാതിരിക്കണമെങ്കിൽ, ഇനിയും ഈ നരകയാതന അനുഭവിക്കാതിരിക്കണമെങ്കിൽ ജീവിത ലക്ഷ്യത്തെ അറിയണം. ജ്ഞാനഭക്തി വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് ഉണങ്ങിയ വിത്താവുക. ഉണങ്ങിയ വിത്തായി മാറിയാൽ പിന്നെ പുനർജന്മം വേണ്ടതില്ല, വീണ്ടും മുളയ്ക്കേണ്ടതില്ല. ജീവിത ലക്ഷ്യം അറിയൂ. ഞാൻ